നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 420th day. Today 6th chapter 20th sloka. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 420ാം ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 20ാമത്തെ ശ്ലോകം. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്ത കാര്യോതി നിസ്പൃഹ. ഓം തത്സത്. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്ത കാര്യോതി നിസ്പൃഹ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത പാരായണം ചെയ്യുന്ന ആചാര്യൻ്റെ പാരായണം കഥ വായിക്കുന്നവൻ്റെയും കഥ പറഞ്ഞ് ആചാര്യസ്ഥാനത്തിരിക്കുന്നവരുടെയും ഗുണങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്രകാരം ഗുണമുള്ളവരായിരിക്കണം വക്താവ്, അതായത് പറയുന്ന ആൾ എന്ന് പറയുകയാണ്. അവർ സ്ത്രീ, പുത്രൻ, ധനം ഇവയിൽ ആസക്തി ഇല്ലാത്തവനായിരിക്കണം. പിന്നീട് വേദശാസ്ത്രങ്ങളിൽ നല്ല അറിവുള്ളായിരിക്കണം. ശുദ്ധമായിട്ടുള്ള മനസ്സ്, അന്ധകരണം നല്ല ശുദ്ധമായിട്ടുള്ള വിശുദ്ധി ആയിട്ടുള്ള ബ്രാഹ്മണൻ ആയിരിക്കണം. പിന്നീട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ജാതിയെയല്ല പറയുന്നത്, ബ്രാഹ്മണത്വമുള്ള സാത്വിക ഗുണമുള്ള മനുഷ്യനെയാണ് ബ്രാഹ്മണൻ എന്ന് ഇവിടെ പറയുന്നത്. ദൃഷ്ടാന്തങ്ങൾ, അതായത് കൺമുന്നിൽ കാണുന്നതും കഴിഞ്ഞ കാര്യങ്ങളുമൊക്കെ പറയുന്നതിൽ നല്ല കഴിവുള്ളവനും ധൈര്യമുള്ളവനും ആഗ്രഹങ്ങൾ ഒട്ടും ഇല്ലാത്തവനും ആയിരിക്കണം ഒരു വക്താവ്. അതായത് ഒരു ശ്രീമദ് മഹാഭാഗവത കഥ പറയുന്ന ആൾ എപ്രകാരം ഇരിക്കണം എന്ന് ഈ ശ്ലോകത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. അദ്ദേഹം സ്ത്രീ, പുത്ര, ധനാദികളിൽ ആസക്തി ഇല്ലാത്തവനായിരിക്കണം, അതായത് കുടുംബ ആസക്തികളൊക്കെ ഇല്ലാത്തവരിക്കണം. വിഷ്ണു ഭക്തനായിരിക്കണം. വേദശാസ്ത്രങ്ങളിൽ നല്ല അറിവുള്ളായിരിക്കണം. ശുദ്ധനായിരിക്കണം. ദൃഷ്ടാന്തങ്ങളൊക്കെ പറയുന്നതിൽ ധീരനായിരിക്കണം. അത് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ധൈര്യമുള്ളവനായിരിക്കണം. പിന്നീട് ആഗ്രഹം, അതായത് മറ്റുള്ളതിൽ ആഗ്രഹങ്ങൾ ഒട്ടും ഇല്ലാത്തവനായിരിക്കണം. ഇപ്രകാരം ശ്രീമദ് മഹാഭാഗവതം പറയേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് സനകാദികൾ അവിടെ കൂടിയിരിക്കുന്ന നാരദാദി മഹത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കേൾക്കുന്നവരുടെ സ്വഭാവം എപ്രകാരമായിരിക്കണം അതും പറയുന്നുണ്ട്. കേൾക്കുന്നവരും പറയുന്നവരും അത്യധികം ശുദ്ധമായാൽ മാത്രമേ ആ പാരായണത്തിന് അതിൻ്റേതായ ഗുണം ലഭിക്കുകയുള്ളൂ എന്ന് ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സിലാകും. ശ്ലോകം ഒരിക്കൽ കൂടി. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൃത് ദൃഷ്ടാന്തകുശലോ ധീരോ വക്ത കാര്യോതി നിസ്പൃഹ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.